വമ്പൻ സിനിമകളുമായി കളത്തിലിറങ്ങാൻ ഒരുങ്ങുകയാണ് മലയാളത്തിന്റെ സൂപ്പർ താരങ്ങൾ. ഈ വർഷവും അടുത്ത വർഷവുമായി പുറത്തിറങ്ങാനിരിക്കുന്ന മോഹൻലാൽ, മമ്മൂട്ടി ചിത്രങ്ങൾ എല്ലാം തന്നെ പ്രതീക്ഷ ഉണർത്തുന്നതാണ്. നിലവിൽ തരൺമൂർത്തി ചിത്രം അതിമനോഹരത്തിലാണ് മോഹൻലാൽ അഭിനയിക്കുന്നത്. സിനിമയുടെ പേരും ഫസ്റ്റ് ലുക്കും നേരത്തെ പുറത്തു വന്നിരുന്നു. ചിത്രത്തിനായി മോഹൻലാൽ താടി വടിച്ചത് ഏറെ വൈറലായിരുന്നു. മീശ പിരിച്ചുള്ള മോഹൻലാലിന്റെ ചിത്രം ആരാധകർ ഉൾപ്പെടെ ഏറ്റെടുത്തിരുന്നു. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷന്റെ ബാനറിൽ മോഹൻലാൽ ആദ്യമായി നായകനാവുന്ന ചിത്രം കൂടിയാണ് അതിമനോഹരം. ചിത്രം ഡിസംബറിൽ പുറത്തുവരും. ദിലീഷ് പോത്തൻ മോഹൻലാൽ കോംബോ ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. നെറുകണ്ടം മിറാക്കിൾസ് എന്നാണ് ചിത്രത്തിന്റെ പേര്. ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവിന്റെ ബാനറിൽ അച്ചു ബേബി ജോണാണ് നിർമ്മിക്കുന്നത്. മലൈക്കോട്ടെ ബാലുവിന്റെ നിർമ്മാതാക്കളായിരുന്നു ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്. ചിത്രത്തിന്റെ വിതരണം നിർവഹിക്കുന്ന ഭാവന റിലീസാകും. ചിത്രത്തിൽ തിരക്കഥ ഒരുക്കുന്നത് ശ്യാം പുഷ്കരനും പോൾസൺ സക്കറിയും ചേർന്നാണ്. ചിത്രത്തിനായി ഷൈജു കലേത് ക്യാമറ ചലിക്കുമ്പോൾ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് സുഷിൽ ശ്യാമാണ്. എഡിറ്റിംഗിനായി അണിനിരക്കുന്നത് സൈജു ശ്രീധരനും. മമ്മൂട്ടിയുടെ ഇനി പുറത്തിറങ്ങാനുള്ള മാസ് എന്റർടൈനറുകളാണ്. ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മട്ടാഞ്ചേരി മാഫിയ വലിയ പ്രതീക്ഷയാണ് എത്താനൊരുങ്ങുന്നത്. ഉണ്ട് എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടിയും ഖാലിദ് റഹ്മാൻ കൂട്ടുകെട്ടിലെ രണ്ടാമത്തെ ചിത്രമാണ് മട്ടാഞ്ചേരി മാഫിയ. ഗ്യാങ്സ്റ്റർ കോമഡി ആക്ഷൻ എന്റർടൈനറാകും ചിത്രം. മമ്മൂട്ടിക്കൊപ്പം നസ്ലിനും ആസിഫ് അലിയും സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ ബി രാകേഷും ഖാലിദ് റഹ്മാനും ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം. നിയോ കൃഷ്ണ, ഷറഫ് സുഹാസ്, തരീഫ് അബ്ദുൾ സലാം എന്നിവർ ചേർന്നാണ് സിനിമയുടെ തിരക്കഥ ഒരുക്കുന്നത്. ജിൻഷി ഖാലിദാണ് ഛായാഗ്രഹണം. സംഗീതം റെക്സ് വിജയൻ. സിനിമയ്ക്കായി പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് സുഷിൻ ശ്യാമാണ്. ഇതിനോടൊപ്പം നിധി സഹദേവൻ സിനിമയും മമ്മൂട്ടിയുടെയായി പുറത്തിറങ്ങും. മമ്മൂട്ടി കമ്പനിയും കാവ്യ ഫിലിംസും ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് എന്ന് വിവരം. മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും വലിയ ചിത്രമായിട്ടാണ് ഈ നിധി സഹദേവ ചിത്രം ഒരുങ്ങുന്നത്. ജിൻഷി ഖാലിദാണ് ക്യാമറ ചെയ്യുന്നത്. വിഷ്ണു വിജയാണ് മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത്. കേരള തമിഴ്നാട് ബോർഡർ പശ്ചാത്തലമാക്കി ഒരുങ്ങുന്ന സിനിമ മമ്മൂട്ടി ഒരു ഗാങ്സ്റ്ററായിട്ടാണ് എത്തുന്നത് എന്ന റിപ്പോർട്ടുകൾ. ഒരു പക്കാ ഫൺ ആക്ഷൻ കൊമേഴ്സ്യൽ സിനിമയായിട്ടാണ് ഈ ചിത്രം ഒരുങ്ങുന്നത്. ചിത്രത്തിൽ നായികമാരൊന്നുമില്ലെന്നും പകരം 9 വയസ്സുള്ള ഒരു കുട്ടിയാണ് സിനിമയിലെ പ്രധാന വേഷത്തിൽ എത്തുന്നത് എന്ന് മറ്റു റിപ്പോർട്ടുകൾ. സിനിമ ഷൂട്ട് ഉടൻ തന്നെ ആരംഭിക്കും.